ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL 2025 സീസൺ ആരംഭിക്കാൻ പോവുകയാണല്ലോ. ഈ വരുന്ന 22-ന് ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് RCBക്കെതിരെയാണ് കളിക്കാൻ പോകുന്നത്. പിന്നാലെ സൂപ്പർ പോരാട്ടങ്ങളുടെ ആഘോഷ രാവുകൾ തന്നെയാണ് നമ്മൾ ആരാധകരെ കാത്തിരിക്കുന്നതും. മേഘാലയത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ ടീമുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തവണ കപ്പ് ആര് നേടുമെന്ന് പ്രവചിക്കുക പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതും. ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ്. ഹാർദിക് പാണ്ഡ്യ നയിച്ച മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിൽ ആകെ വല്ലാതെ ഫ്ലോപ്പായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ MI ആരാധകർക്ക് വലിയ പ്രതീക്ഷ ഈ ഒരു ടീമിലുണ്ട്. അതിന്റെ കാരണം സന്തുലിതമായിട്ടുള്ള ഒരു ടീം സൃഷ്ടിക്കാൻ, ബിൽഡ് ചെയ്തെടുക്കാൻ ഇത്തവണത്തെ ഓപ്ഷനിലും അതുപോലെ തന്നെ റീറ്റൻഷൻ ലിസ്റ്റ് പുറത്തുവിടുമ്പോഴൊക്കെ MIക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മികച്ച പ്രകടനമാണ് ഓപ്ഷനിലും അവർ നടത്തിയിട്ടുള്ളതും. കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനക്കാരായിക്കൊണ്ടായിരുന്നല്ലോ മുംബൈ ഇന്ത്യൻസ് സീസൺ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. ഏതായാലും ഇതിന്റെ എല്ലാം ക്ഷീണം ഇത്തവണ തീർക്കുമെന്ന് തന്നെയാണ് മുംബൈയുടെ കണക്കൂട്ടലുകളും. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹാർദിക് പാണ്ഡ്യക്കും ഈ ഒരു സീസൺ വളരെ സുപ്രധാനമാണ്. ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ ഇത്തവണ ടീം എന്ന നിലയിൽ മുംബൈ ഇന്ത്യൻസ് വളരെ സന്തുലിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ബാറ്റിംഗ് നിരയിലും ബൗളിംഗ് നിരയിലും മികച്ച താരങ്ങളെ നമുക്ക് കാണാനും കഴിയും. പക്ഷേ സ്പിൻ നിര ഒരല്പം ദുർബലമല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ജസ്പ്രീത് ബുംറ, അവരുടെ സൂപ്പർ ബോളർ ജസ്പ്രീത് ബുംറയ്ക്ക് ആദ്യ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കും. ഏതായാലും എങ്കിൽ കൂടി ദീപക് ചാഹറും ട്രെന്റ് ബോൾട്ടും ഉൾപ്പെടുന്ന മുംബൈ ഇന്ത്യൻസിന്റെ പേസ് നിര അതിശക്തമാണെന്നുള്ളത് യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത്തവണ കപ്പ് നേടി തിരിച്ചെത്താൻ മുംബൈക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളൊരു ടീം ഇവർക്കുണ്ടെന്ന് പേപ്പറിൽ നോക്കുമ്പോൾ ശക്തമായിട്ടുള്ളൊരു ടീം തന്നെയാണ്. നമുക്ക് ഏതായാലും ഒരു പ്രോബബിൾ 11 ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. മുംബൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിൽ ജാക്സ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ വിൽ ജാക്സിന് പകരം റിയാൻ റിക്കിൾട്ടനെ പരീക്ഷിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വൺ ഡൗൺ ആയിട്ട് സൂര്യകുമാർ യാദവ്, 4-ാം നമ്പറിൽ തിലക് വർമ്മ, അല്ലെങ്കിൽ നേരെ തിരിച്ച്, അതായത് നമ്മൾ ഇന്ത്യൻ ടീമിലൊക്കെ ഇടയ്ക്ക് തിലക് വർമ്മ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നത് കാണാറുണ്ട്. അങ്ങനെ വരാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ റിക്കിൾട്ടനെ രോഹിത് ശർമ്മയോടൊപ്പം ഓപ്പണിംഗിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് വിൽ ജാക്സിനെ 5-ാം നമ്പറിൽ 5th നമ്പറിൽ പരീക്ഷിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന പല ക്രിക്കറ്റ് മാധ്യമങ്ങളുമുണ്ട്. പിന്നീട് 6th നമ്പറിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കളിക്കും. 7-ാം നമ്പറിൽ നമാന്തിർ ആയിരിക്കും. പിന്നീട് മിച്ചൽ സാന്ററൊക്കെ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയും ഇന്ത്യൻ ടീമിനൊക്കെ വേണ്ടിയിട്ട് പൊളിച്ചടുക്കുകയാണ്. സാന്ററിന് പിന്നാലെ ദീപക് ചാഹർ, ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട് എന്നിങ്ങനെയുള്ള ഒരു പ്ലേയിങ് 11 ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കരൺ ശർമ്മയൊക്കെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയും ഏറെയാണ്. ജസ്പ്രീത് ബുംറയ്ക്ക് ആദ്യ കുറച്ച് മത്സരങ്ങൾ നഷ്ടമാവുമെന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന് ഇപ്പോഴുള്ള ഒരു തിരിച്ചടി. എന്തൊക്കെയായാലും ഒരു വെടിക്കെട്ട് നടത്താൻ കെൽപ്പുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ട്. അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ ഫിനിഷിംഗ് ചെയ്യാനുള്ള താരങ്ങളുമുണ്ട്. ഗംഭീര പേസർമാരുണ്ട്. എല്ലാം കൊണ്ടും ഏതാണ്ട് സെറ്റായി എന്ന് തോന്നുന്ന ഒരു ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത്. ഒരു ഗംഭീര പ്രകടനം അവർ ഈ സീസണിൽ നടത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.